പ്രകൃതി ചികിത്സയുടെ ഒരു പ്രത്യേകത, ഏത് രോഗവും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വീണ്ടും രോഗം വരാതെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു രോഗവും വരാതെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രകൃതി ചികിത്സയുടെ ഒരു പ്രത്യേകത. ആ ഒരു ഉറപ്പ് നമുക്ക് തരുന്ന ഒരു ചികിത്സാ മേഖലയും ഇല്ല. രോഗം വന്നാൽ ഇങ്ങോട്ട് വരിക, ഞങ്ങൾ രോഗത്തെ ചികിത്സിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് രോഗം വരാതെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് ഈ പ്രകൃതി ജീവനത്തിനുള്ളത്. ഇത് പ്രകൃതി ജീവനമാണ്. ആരോഗ്യമുള്ളപ്പോൾ ജീവനം. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ വേണ്ടി വരും, പൂർണ്ണ വിശ്രമത്തിൽ ചെയ്യേണ്ടതായി വരും. രോഗം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് കേടുകൾ തീർക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ട്. അപ്പോഴും ശരീരം തന്നെ അത് ചെയ്യണം. രോഗങ്ങളെ മാറ്റിത്തരിക എന്നുള്ളത് മരുന്നുകളുടെ അത്ഭുത സിദ്ധി അല്ല. ഒരു മരുന്നിനും രോഗം മാറ്റിത്തരാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് ചോദിച്ചാൽ, മരുന്നുകൾക്ക് ജീവനില്ല എന്നാണ് അർത്ഥം. മരുന്നുകൾ ജഡവസ്തുക്കളാണ്, ജീവനില്ലാത്തവയാണ്. മരുന്നുകൾക്ക് പ്രവർത്തനമില്ല, മരുന്നുകൾ പ്രവർത്തിക്കില്ല. പലപ്പോഴും ഡോക്ടർമാർ നമ്മളോട് പറയും, മരുന്ന് കഴിച്ചതല്ലേ ഉള്ളൂ, മരുന്നിൻ്റെ പ്രവർത്തനമൊന്നും നടക്കണ്ടേ. അത് അശാസ്ത്രീയമാണ്. മരുന്നിന് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു മൃതശരീരത്തിൽ മരുന്ന് കയറ്റിക്കഴിഞ്ഞാൽ, ഒരു കമ്പ് കൊണ്ട് കുത്തി മരുന്നുള്ളിലേക്ക് വെച്ചാൽ മരുന്ന് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്ത് മരുന്ന് കടത്തിയാൽ മരുന്ന് പ്രവർത്തിക്കണം. ഇല്ലല്ലോ, കഴിയില്ലല്ലോ. ഒരു കൈയൊടിഞ്ഞ കാലൊടിഞ്ഞ നായയുടെ ആ ഒടിവ് കൂട്ടാൻ ഒരു മരുന്നിനും സാധിക്കില്ല. കേടാവാതിരിക്കാൻ വേണമെങ്കിൽ ഫോർമലിനൊക്കെ കുത്തിവെച്ച് ഫോർമലിൽ മുക്കിയിട്ടാൽ സാധിക്കുമായിരിക്കും. പക്ഷെ നന്നാക്കാൻ സാധിക്കില്ല, പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. മരുന്നുകൾ ജഡവസ്തുക്കളാണ്, അതിന് പ്രവർത്തനമില്ല. അതേസമയം ജീവനുള്ള നായയ്ക്ക് എല്ലൊടിഞ്ഞത് കൂടാൻ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. നായയുടെ കൈയും കാലും ആരോ തല്ലി ഓടിച്ചു. നായ ജനറൽ ആശുപത്രി പോയിട്ടാണോ എക്സ്റേ എടുപ്പിക്കുന്നത്? കേസ് ഒടിവൽപ്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണോ പ്ലാസ്റ്റർ ഇടിക്കുന്നത്? അപ്പം 3 കാലിൽ ഒരു ഒടിഞ്ഞത് പൊക്കി വെച്ചിട്ട് ഓടും. 2 ആഴ്ച കഴിയുമ്പോൾ അത് കൂടിയിരിക്കും. ജീവനുണ്ടോ? കൂടിയിരിക്കും. അത് ജീവൻ്റെ പ്രവർത്തനമാണ്, മൃതദേഹത്തിൻ്റെ പ്രവർത്തനമല്ല, മരുന്നിൻ്റെ പ്രവർത്തനവും അല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രാണനെ തിരിച്ചറിയണം, ജീവനെ തിരിച്ചറിയണം. അത്യസാധാരണമായ അത്ഭുതകരമായ ഒരു സംവിധാനമാണ് മനുഷ്യ ശരീരം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഒരു ശരീരത്തെ അഴിച്ചിപ്പോൾ നമ്മൾ കാറ് മേജർ വർക്ക് വന്നാൽ അഴിച്ചെല്ലാം പെറുക്കി മാറ്റി വീലൊക്കെ ഊരിയിട്ട് എഞ്ചിനൊക്കെ അയച്ചിട്ട് നമ്മൾ തിരിച്ചത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ശരീരത്തിലുള്ള നാഡീഞരമ്പുകളെ, കണ്ണ്, മൂക്ക്, ഇതെല്ലാം അഴിച്ചഴിച്ച് മാറ്റിയിട്ട് ഒന്ന് കൂട്ടി ഇതിനുള്ളിൽ, ഇത്രയും ചുരുങ്ങിയ ഒരു സ്പേസിനുള്ളിൽ ഈ ഭൂമിയെ പല പ്രാവശ്യം ചുറ്റിയെടുക്കാൻ കഴിയുന്നത്ര നീളമുള്ള നാഡീഞരമ്പുകൾ, രക്തക്കൊഴലുകളും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഈ മൊബൈൽ ഫോണുകൾ, മൊബൈൽ നമ്പറുകളൊക്കെ സൂക്ഷിക്കാവുന്ന ചിപ്പുകൾ, മൈക്രോ ചിപ്പുകൾ പോലുള്ള സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലും തോൽപ്പിക്കുന്ന തലച്ചോറ്, അതിൻ്റെ പുറത്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ദ്രാവകം, ഒരു ഐലൻഡ് പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് അതിനെ സംരക്ഷിക്കാനായിട്ട് ഒരു ചെറിയ ഇടിയൊക്കെ വന്നാലും ആ വെള്ളമുള്ളത് കൊണ്ട് തലച്ചോറ് പോയിട്ട് തലയൊട്ടിയിൽ ഇടിക്കരുത്. ഒരു 140 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടൊക്കെ ഒരൊറ്റ ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ഈ തലയൊട്ടിയുടെ ഭാഗത്ത് വന്ന് തലച്ചോറ് ഇടിച്ച് കേടുവരും. അങ്ങനെ ആളും മരിക്കും. എത്ര സുരക്ഷാ സംവിധാനമുള്ള വണ്ടികളാണെങ്കിലും മരണത്തിനൊരു സാധ്യത ഈ സഡൻ ബ്രേക്കിലുണ്ട്. പക്ഷെ അതിൽ കുറഞ്ഞ സ്പീഡിലൊക്കെ ആണെങ്കിലും ഈ തലച്ചോറ് തലയോട്ടിയിൽ പോയി ഇടിച്ച് ഡാമേജ് ആകുന്നില്ല. അത്രയ്ക്ക് കരുതലോടെയാണ് തലച്ചോറിനെ അതിനുള്ളിൽ സംരക്ഷിച്ചു വെച്ചിട്ടുള്ളത്. പുറത്തു നിന്നുള്ള ആഘാതങ്ങളേക്കാതിരിക്കാൻ തലച്ചോട്ടിയിൽ പിന്നെ മുടി സ്പോഞ്ച് ഇഫക്റ്റാണ്. അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കയറി കൂടിയാൽ ഉടനെ അറിയിക്കാൻ
നമ്മുടെ കണ്ണിനുള്ള സംരക്ഷണം ഒന്ന് ആലോചിച്ച് നോക്ക്. കർട്ടൻ, കയ്യങ്ങ് ചെന്നാൽ മതി, അപ്പം കർട്ടൻ ഇട്ട് കളയും. ഒരു പ്രാണി വന്നാൽ മതി, കർട്ടൻ ഇട്ട് കളയും. ആ കർട്ടൻ ഒരു പീലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംരക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പർശം അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വിവരം കിട്ടണം, കണ്ണടയ്ക്കണം. കണ്ണിന് വൈപ്പർ ടാങ്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൊടി പോയി കഴിഞ്ഞാൽ വൈപ്പർ ടാങ്ക് വർക്ക് ചെയ്യും. ചില ആളുകൾക്ക് സ്ഥിരം വർക്ക് ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒട്ടും വർക്ക് ചെയ്യാത്തവരുണ്ട്. അതിൻ്റെ മീതെയായിട്ട് പുരികം. ഈ പുരികം എന്തിനാണ്? പുരികത്തിൽ ഈ രോമങ്ങൾ എന്തിനാണ്? ഈ സൗന്ദര്യത്തിന് ഒട്ടും ചേരാത്തൊരു സാധനമാണ് ഈ പുരികം. അതുകൊണ്ടാണ് ചവിട്ടി പിടിച്ച് വലിച്ച് പറിച്ച് പൊട്ടിച്ച് കളയാണ്. എന്തൊരു വേദനയാടിയേ, എന്നാലും പറിച്ചോടിയാ, സുന്ദരിയാവണ്ടേ. എണ്ണ, വെള്ളം ഇതൊന്നും നേരെ കണ്ണിലേക്ക് വീഴാതിരിക്കാൻ ചാർച്ച് വെച്ച് വളച്ചു കൊടുത്തേക്കാൻ, ഒഴുക്കിക്കളയാൻ. അതൊക്കെയാണ് തലക്ക് വെളിവില്ലാണ്ട് സൗന്ദര്യത്തിൻ്റെ പേരിൽ കടിച്ചു പിടിച്ച് പറിച്ച് പൊട്ടിച്ച് കളയണം. എന്താണ് അതിൻ്റെ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ചെവിക്കുള്ളിൽ ചെവിക്കായം എന്ന് പറയുന്ന സാധനമുണ്ട്. എന്തിനാണ്? തുറന്നു കിടക്കുകയല്ലേ, ഡോറില്ല. ഒരു സാധനവും കയറി അതിനുള്ളിലേക്ക് പോയിട്ട് പലതിരുടെയും തലയിലൊന്നുമില്ല എന്ന് നമുക്ക് തൂക്കണാങ്കുരുവി കയറി കൂട് കൂട്ടിയാൽ എന്ത് ചെയ്യും? ചതല് കയറി കൂട് കൂട്ടിയാൽ എന്ത് ചെയ്യും? എറുമ്പ് കയറി കൂട് കൂട്ടിയാൽ എന്ത് ചെയ്യും? തുറന്നു കിടക്കുകയല്ലേ. അങ്ങനെ ഒരു സാധനം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിൽ ദുർഗന്ധമുള്ള ഒട്ടിപ്പിടിക്കുന്ന വാക്സ് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ശരീരം ഉണ്ടാക്കണേ? എന്താ വേറൊരു ഭാഗത്തും ഈ വാക്സ് ഉണ്ടാക്കിയിടാത്ത? ഇത്രയും വിവേകമുണ്ടോ ശരീരത്തിന്? അത്ഭുതകരമല്ലേ, അവിശ്വസനീയമല്ലേ? എന്തൊരു വിവേകമാണ്! അത് കഴുകിയെങ്ങാനും കളഞ്ഞ ENT അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത് കഴുകി കളയണ ഏർപ്പാടൊക്കെ ഉണ്ട്. അത് വീണ്ടും ശരീരം ഉണ്ടാക്കും. കണ്ണ്, മൂക്ക്, വായയിലെ നാവ്, പിന്നെ അരവ് യന്ത്രത്തിൻ്റെ പല്ലുകൾ. എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഈ അലൈൻമെൻറ്റിൻ്റെ പിന്നിലുള്ള ആസൂത്രണം എന്താണ്? ഈ ഡിസൈനിൻ്റെ പിന്നിലുള്ള പ്ലാനിങ് എന്താണ്? കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ തവളയ്ക്ക് വെച്ച പോലെ തലയെ കയറ്റി വെച്ചാൽ പോരാഞ്ഞോ? കണ്ണ് ശ്വാസം എടുക്കുക മാത്രമായിരുന്നെങ്കിൽ മുതുകത്തോ കക്ഷത്തോ ഒക്കെ വെച്ചിട്ട് ശ്വാസം എടുത്താൽ പോരാഞ്ഞോ? എന്തിനാ ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചേ? ചിലരുടെയെങ്കിലും മൂക്ക് കണ്ട കരുണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുക്കാൻ തോന്നുന്നു. അശ്രീകരം പോലെ ഇരിക്കുകയാണ്. വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ടോയ്ലറ്റ് വെച്ച പോലെ ചീറ്റി. മൂക്ക് ഒരിക്കലും ചെയ്യേണ്ട ജോലിയല്ല കേട്ടോ ഈ ചീറ്റൽ. തെറ്റായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് മൂക്ക് ചീറ്റുണ്ടായിട്ട് വരുന്നത്. തെറ്റായ ഭക്ഷണം, മൂക്ക് ചീറ്റേണ്ടി വന്നോ ഭക്ഷണം തെറ്റിയിരുന്നു, ആപത്ത് കയറിയ ഭക്ഷണമുണ്ട്. തുടക്കം അവിടെയാണ്. സകല രോഗങ്ങളുടെയും തുടക്കം ഈ ചീറ്റേണ്ടി വരുന്ന മൂക്കിൻ്റെ ഇൻഫ്ലമേഷൻ്റെ, കഫക്കെട്ടിൻ്റെ ഭാഗത്തു നിന്ന്. അത് ഞാൻ വഴിയെ പറയാം. എന്തിനാ കണ്ണും മൂക്കും വായി എങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഈ അലൈൻമെൻറ്റ് എന്തിനാ? കാട്ടിലൂടെ നടക്കുന്ന കുരങ്ങ് എന്തോ കണ്ടു അത് ഭക്ഷണമാണല്ലോ എന്ന് തോന്നി. അപ്പൊ കുരങ്ങ് എന്ത് ചെയ്യും? വഴി കൂടി നടക്കുന്ന നിങ്ങൾ ബേക്കറിയിൽ മഞ്ഞയും ചുമപ്പും വെള്ളയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഇരിക്കണ കണ്ടു, തിന്നാവുന്നതാണെന്ന് തോന്നി. എന്താ വിലയെന്ന് ചോദിച്ചു. 150 രൂപയെന്ന് പറഞ്ഞു. കൊടുത്തു, മേടിച്ച് തിന്നു. അതുപോലെ കുരങ്ങ് കാട്ടിൽ കൂടി നടക്കുമ്പോൾ തിന്നാവുന്നതാണെന്ന് കണ്ട് ഒരു സാധനം കണ്ടു, പോയി എടുത്ത് തിന്നുമോ? നിങ്ങൾ തിന്നും, കുരങ്ങ് തിന്നത്തില്ല. എന്താ തിന്നാത്തെ? അത് സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ തലക്ക് വിവരമുണ്ട്. അതെടുത്ത് തിന്നത്തില്ല, അത് കണ്ടു. അപ്പം കാഴ്ചയാണ് ഭക്ഷണത്തിൻ്റെ റേഞ്ച് കൂട്ടുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് ഭക്ഷണത്തിൻ്റെ റേഞ്ച് കുറയും. അത് നേരെ അടുത്തേക്ക് ചെന്നു
ചെന്നിട്ട് ഒന്ന് തൊട്ടു നോക്കി, ചാടി കടിക്കുവോ, കൈ ഒട്ടുവോ, പൊള്ളുവോ? തൊട്ടു, കുഴപ്പമില്ല. അപ്പം പിന്നെ എടുത്ത് തിന്നാം. കുരങ്ങ് തിന്നില്ല. അതെടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കും. കണ്ണിന് ബോധിക്കണം, കണ്ണിന് ബോധിക്കണം. സ്പർശനം കൊണ്ട് കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരണം. അപ്പൊ പിന്നെ തിന്നല്ലേ? കുരങ്ങ് തിന്നത്തില്ല. കുരങ്ങിന് വിവരമുണ്ട്, കുരങ്ങ് സ്കൂളിൽ പോയിട്ടില്ല. അത് പതുക്കെ ഒന്ന് മണുത്ത് നോക്കും. കൊള്ളാം. മണം കൊണ്ട് കൊള്ളൂലെങ്കിലോ ഒറ്റയേറ മണുത്ത് നോക്കി, കൊള്ളാം, പിന്നെ തിന്നാം. കുരങ്ങ് തിന്നത്തില്ല. കുരങ്ങിന് തലക്ക് വിവരമുണ്ട്, സ്കൂളിൽ പോയിട്ടില്ല. നക്കി നോക്കി, കൊള്ളണുണ്ടോ, കുത്തലുണ്ടോ, അരുചിയുണ്ടോ? ഇല്ല. അപ്പം തിന്നാം. അപ്പോഴും കുരങ്ങ് തിന്നത്തില്ല. ഒന്ന് കാരി നോക്കും. കൊള്ളാം, പിന്നെയാണ് ഇഷ്ടം ശാപ്പിടുക. ഓരോ ഭക്ഷണ സാധനത്തിലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് താഴെ. മൂക്ക് മണം കൊണ്ട് യോഗ്യമല്ലാത്തതൊന്നും ഉള്ളിലേക്ക് പോകരുത്. എടിയേ, അത് നേരത്തെ വെച്ച് മണമൊക്കെ വെച്ചിട്ടുണ്ട്, നീ കുറച്ച് എരിവൂടി ഇട്ടിട്ടങ്ങ് ഒന്നുകൂടെ ചൂടാക്കി ഇങ്ങോട്ട് എടുത്തോ. മൂക്കിനെ പറ്റിക്കാനാ, കണ്ണിനെ പറ്റിക്കാനാ, നാവിനെ പറ്റിക്കാനാണ്. പക്ഷെ നിങ്ങളുടെ വയറിനെ പറ്റിക്കാൻ പറ്റില്ല. ആഹാര സാധനങ്ങളിലൂടെ നിങ്ങളോട് ചെയ്യുന്ന ചതിയിലാണ് നിങ്ങൾ രോഗികളാകുന്നത്. ആഹാരപാനീയങ്ങളിലൂടെ നിങ്ങൾ ചെയ്യുന്ന ചതികൾ, ആ ചതികളിലാണ് നിങ്ങൾ രോഗികളാകുന്നത്.